കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പേര്, ഒരു സിനിമ റിവ്യൂ കൊണ്ട് തുടങ്ങി പിന്നീട് ട്രോളുകളിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വം, വിവാദങ്ങളുടെ രാജാവ് എന്ന് തന്നെ പറയാം. ആരാണെന്നല്ലേ? നമ്മുടെ സ്വന്തം ആറാട്ടണ്ണൻ. ആളിപ്പോ പുതിയൊരു വിവാദവുമായി എത്തിയിരിക്കുകയാണ്. വിവാദം എന്താണെന്ന് വെച്ചാൽ, ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത മലയാളി യൂട്യൂബറായ അജു അലക്സിനെതിരെയാണ് ആറാട്ടണ്ണൻ ഇപ്പോൾ വിവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി ചാണ്ടി ഉമ്മൻ കരഞ്ഞപ്പോൾ അതിനുവരെ കുറ്റം പറഞ്ഞ ആളാണ് ചെകുത്താൻ എന്നും, സ്വന്തം അപ്പന്റെ കല്ലറയിൽ പോയി കരയുന്നത് കുറ്റമാണോ എന്നും സന്തോഷ് വർക്കി ചോദിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ ചെകുത്താൻ കാണിക്കുന്ന മത്സ്യത്തിലായ്മയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരിക്കൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി ചാണ്ടി ഉമ്മൻ കരയുന്നത് കണ്ടപ്പോൾ അതിനെ കുറ്റം പറഞ്ഞ ആളാണ് ചെകുത്താൻ. സ്വന്തം അപ്പൻ്റെ കല്ലറയിൽ പോയി കരയുന്നത് മോശമായ കാര്യമാണോ? പോലും കുറ്റം പറഞ്ഞ ആളാണ്. എന്നിട്ട് ചാണ്ടി ഉമ്മന് നോർമലല്ല, ഇങ്ങനെ കരയുന്നത് ശരിയാണ്, നോർമലല്ല പോലും ചെകുത്താൻ പറഞ്ഞു. ചെകുത്താൻ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ അപ്പനായിട്ട് അത്ര നല്ല ബന്ധവുമില്ല. ഒരു അപ്പൻ്റെ സ്നേഹം അനുഭവിച്ച ആൾക്കേ അത് മനസ്സിലാവുള്ളൂ. എൻ്റെ അപ്പം മരിച്ച് 2 വർഷം കഴിഞ്ഞ് ഞാൻ ഇമോഷണലായപ്പോൾ അവൻ പറയുന്നത് എനിക്ക് വട്ടമാണ്. ഇതുപോലെ ഞാൻ സലീം കുമാർ മരിച്ചപ്പോൾ സലീം കുമാറിൻ്റെ മകനെ ചന്തു ആങ്കർമാൻമെൻറ്റ് നടത്തിയില്ല. അപ്പം മരിച്ച സമയത്താണോ അച്ഛൻ മരിച്ച കിടക്കുന്ന സമയത്താണോ ആങ്കർമാൻമെൻറ്റ് നടത്തുന്നത്? ഇതുപോലുള്ള വൈകാരികമായ നിമിഷങ്ങൾ ചെകുത്താന് മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും, ചെകുത്താന്റെ അപ്പനുമായി അത്ര നല്ല ബന്ധത്തിൽ ആയിരുന്നില്ലെന്നും ആറാട്ടണ്ണൻ പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം താൻ കരഞ്ഞപ്പോൾ തനിക്ക് വട്ടാണെന്ന് പറഞ്ഞ ആളാണ് ചെകുത്താൻ. എന്നാൽ ചെകുത്താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രമാണ് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. ചെകുത്താൻ വെറും ഒരു വീടുവാണ്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ എന്നൊക്കെയാണ് ചെകുത്താനെ കുറിച്ചുള്ള ആറാട്ടണ്ണന്റെ വാദങ്ങൾ. പിന്നെ പൊളിറ്റിക്കലിലും ഉണ്ട്. ഇങ്ങേര് പിണറായി വിജയനെ കുറിച്ച് ഒരു കുറ്റവും പറയില്ല. കാരണം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റാണ്. ഇപ്പോൾ VD സതീശിനെ കുറ്റം പറയാനില്ല. ഈ ഉമ്മൻചാണ്ടിയെയും സലീം കുമാറിനെ ഉമ്മൻചാണ്ടിയുടെ എത്താൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അപ്രോച്ചും ഉണ്ട്, പൊളിറ്റിക്കലായിട്ട്. നിഷ്പക്ഷമായിട്ടല്ല പറയണം. പിണറായി വിജയനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല. ഇങ്ങനെ വർഷങ്ങളായിട്ട് മോഹൻലാൽ ക്രിട്ടിസൈസ് ചെയ്യാം. മോഹൻലാൽ തിരിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാൽ ഇതേ ചെയ്താണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സിദ്ദിഖ്, ദിലീപ് ഇവർക്കെതിരെ പറയരുത്. കാരണം അവർ പ്രശ്നക്കാരാണ്. ഇയാൾ ഭീരുവാണ്, ഇയാൾ പക്കാ ഭീരുവാണ്. അല്ലെങ്കിൽ ഇയാൾ എല്ലാവർക്കും എതിരെയും പറയണം. സിദ്ദിഖിനെതിരെ അറസ്റ്റിനാണ്, സിദ്ദിഖിന് പങ്കിട്ടായിട്ട് പോലും ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന മോഹൻലാലിനെയാണ്. മോഹൻലാൽ തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് അറിയാം. ഇയാൾ പണ്ട് മോഹൻലാൽ ഫാനായിരുന്നു. ഇയാൾ ഫാൻ ഷെയറായിട്ടാണ് ഇയാൾക്ക് കൊടുക്കേണ്ടതായത്. അതിന് മോഹൻലാലിനെ കുറ്റം വേണ്ട ആവശ്യം എന്നാണ്? മോഹൻലാൽ ആവറേജ് നടന്നതാണ്. എന്തൊക്കെയാണ് പറയണത്? എന്തൊക്കെ വിഡ്ഢിത്തങ്ങളെ വിളിച്ചു പറയണത്? പക്ഷേ ആരാണ് ഇതൊക്കെ പറയുന്നത് എന്നൊന്ന് ഓർത്തു നോക്കണം കേട്ടോ. അറ്റൻഷന് വേണ്ടി എനിക്ക് ക്യാൻസർ എന്ന മഹാരോഗമാണ്, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനുണ്ടാക്കി. പിന്നെ കുറച്ചു കാലം ഫേമസ് ആവാൻ വേണ്ടി നിത്യാമേനുവിൻ്റെ പിന്നാലെ നടന്നു. അതും നടക്കില്ലെന്ന് കണ്ടപ്പോൾ അടുത്തതൊരു വാഗ്ദാനമായിരുന്നു. അതാണെങ്കിലോ മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർക്ക് വേണ്ടി. എന്താണെന്നല്ലേ, മഞ്ജു വാര്യർ ഒക്കെ ആണെങ്കിൽ ഞാൻ അവർക്കൊരു ജീവിതം നൽകാൻ തയ്യാറാണ്. എന്താ അല്ലേ? എന്തിനേറെ പറയുന്നു, ആറാട്ടണ്ണനെ കളിയാക്കി ഒരു പാട്ടിറക്കിയപ്പോൾ അത് കളിയാക്കി ഇറക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അദ്ദേഹത്തിന് ചില സമയത്ത് ഉണ്ടാകാറില്ല. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമായും പറയേണ്ട മറ്റൊരു കാര്യം, ഇൻസ്റ്റഗ്രാമിൽ എല്ലാവർക്കും അങ്ങ് കയറി മെസ്സേജ് അയക്കും. അതും ആരെന്നോ എന്തെന്നോ ഒന്നുമില്ല. പിന്നീട് അതങ്ങ് കേസായി മാറും. ആകെ മൊത്തം ഫേമസ് ആവാൻ വേണ്ടി അണ്ണൻ എന്തിനും റെഡി. അതൊക്കെ പോട്ടെ, ഇനി കുറച്ച് നല്ല കാര്യങ്ങൾ പറയാം. സംഭവം കേരളത്തിൽ ഫിലിം റിവ്യൂ പറയൽ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അണ്ണനാണ്. തുടക്കത്തിലൊക്കെ എല്ലാം ദി പെർഫെക്റ്റ് റിവ്യൂ. പക്ഷേ പിന്നെ സംഭവം അങ്ങ് മാറി. ആരൊക്കെയോ ടാർഗറ്റ് ചെയ്ത് പറയാൻ തുടങ്ങി. നല്ല സിനിമകൾ ചീത്തതെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അണ്ണനുണ്ടായിരുന്ന വിലയും ഇല്ലാതായി. ആദ്യം ചെകുത്താനുമായി നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊന്ന് ഉടക്കി രണ്ടും അങ്ങ് വഴക്കായി. ഇപ്പം ആളൊരു ഭീരുവാണെന്നാണ് അണ്ണൻ്റെ വാദം.
ഇപ്പൊ കൂട്ടുകെട്ട് അലിൻ ജോസ് പെരേരയുമായിട്ടാണ്. അത് ഇനി എപ്പോ പിരിഞ്ഞ് അവരുടക്കായി അലിൻ ജോസ് പെരേരയും ഒരു ഭീരുവായി മാറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.